ഇത്രയധികം മോഡേൺ ആയിട്ടുള്ള ഈ ലോകത്തില് അത്രയധികം മനോഹരമായ ഒരു നാട്, ആ നാടാണ് ഭൂട്ടാൻ. ഈ നാടിനെ കുറിച്ച് പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും അത്രയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഈ ലോകത്തിലുള്ള എല്ലാ നാട്ടിലും ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. ഈ ലോകത്തിൽ തന്നെ ഹോംലെസ് പീപ്പിൾസ് ഇല്ലാത്ത ഒരേ ഒരു നാടാണ് ഭൂട്ടാൻ. എന്തുകൊണ്ടാണ് ആ നാട്ടിൽ മാത്രം വീടില്ലാത്തവരില്ല എന്നുള്ള പോസിബിലിറ്റീസ് വരുന്നതെന്ന് ചോദിച്ചാൽ, ആ നാട്ടിലെ ജനങ്ങളിൽ ആർക്കെങ്കിലും വീടില്ലാത്തവരുണ്ടെങ്കിൽ ഭരണാധികാരിയോട് അത് പോയി പറയുകയാണെങ്കിൽ ആ നാട്ടിലെ രാജാവ് ആ വീടില്ലാത്ത ആൾക്ക് നിലവും വീടും നൽകും. ആ കൊടുക്കുന്ന നിലത്തില് കൃഷി ചെയ്ത് മുന്നോട്ടു പോകാം. നമ്മുടെ രാജ്യത്ത് കുറച്ചു നാൾ മാത്രമേ ആയിട്ടുള്ളൂ അച്ഛനമ്മമാരുടെ സ്വത്തിൽ ഈക്വൽ ആയിട്ടുള്ള അവകാശം പെൺമക്കൾക്കും ആൺമക്കൾക്കും ഉണ്ടായിട്ട്. എന്നാൽ ഭൂട്ടാനിൽ ഇത് വർഷങ്ങൾക്ക് മുൻപേ തന്നെ തുടർന്നു വരുന്ന ഒരു പാരമ്പര്യമാണ്. പക്ഷെ സ്ത്രീകൾക്കാണ് മുൻഗണന. മാതാപിതാക്കളുടെ സ്വത്തിന്റെ അവകാശം മൂത്ത മകൾക്കാണ്. അങ്ങനെയാണ് അവർ നിയമത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സോ ആ കുടുംബത്തില് ആൺമക്കളുണ്ടെങ്കിൽ സ്വന്തമായി സ്വത്ത് സമ്പാദിച്ചോളണം. എന്നാൽ അച്ഛനമ്മമാരുടെ സ്വത്ത് അനുഭവിക്കാൻ സാധിക്കില്ല. ഇതിൽ നിന്നു തന്നെ ഭൂട്ടാൻ എത്രമാത്രം സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഈ ലോകത്തിലെ എക്കോളജിക്കും നേച്ചറിനും വളരെയധികം ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഭൂട്ടാൻ. ആ നാട്ടിലെ 60% മരങ്ങൾ ഉണ്ടായിരിക്കണമെന്ന നിയമം വരെ അവിടെയുണ്ട്. ആരെങ്കിലും അവിടെ ഒരു മരത്തെ മുറിക്കുകയാണെങ്കിൽ ഉറപ്പായും അവിടെ ഒരു 10 മരം നട്ടിരിക്കണം. ഈ അടുത്തിടെ നടന്ന ഒരു സർവേയില് ഭൂട്ടാൻ എന്ന നാട്ടിലെ നിലത്തിൽ 71% മരങ്ങളാണ്. ഇത് മാത്രമല്ല, ഒരു റെക്കോർഡ് കൂടി ഭൂട്ടാൻ എന്ന നാട്ടിനുണ്ട്. 2015 ആ നാട്ടിലുള്ള ജനങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ 50,000 മരങ്ങൾ നട്ട് ഗിന്നസ് റെക്കോർഡും നേടിയിരുന്നു. മാത്രമല്ല, ലോകത്തിലെ തന്നെ കാർബൺ നെഗറ്റീവ് കൺട്രിയും ഭൂട്ടാനാണ്. അതായത് വെളിയിൽ വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ ഒബ്സർബ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ പെർസെന്റേജ് ഭൂട്ടാനിൽ കൂടുതലാണ്. അതിനുള്ള കാരണവും ഇതേ മരങ്ങൾ തന്നെയാണ്. ആ ഒരൊറ്റ കാരണത്താലാണ് ലോകത്തിലെ തന്നെ കാർബൺ നെഗറ്റീവ് കൺട്രിയായി ഭൂട്ടാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭൂട്ടാൻ ബുദ്ധിസത്തെയാണ് ഫോളോ ചെയ്യുന്നത്. ആ കാരണത്താൽ ആ നാട്ടിൽ ഒരു ജീവജാലത്തെയും കൊന്നു തിന്നില്ല. എന്നാൽ ഭൂട്ടാൻകാർ ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്നത് നോൺ വെജ് ആണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇമ്പോർട്ട് ചെയ്താണ് അവർ നോൺ വെജ് ഉപയോഗിക്കുന്നത്. അവരുടെ നാട്ടില് ജീവജാലങ്ങളെ കൊല്ലുന്നില്ല എന്ന് മാത്രം. ട്രാഫിക് സിഗ്നൽ എന്നുള്ളത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഉള്ളതാണ്. എന്നാൽ ഭൂട്ടാനിൽ ട്രാഫിക് സിഗ്നലുകളില്ല. ഇപ്പോഴും ട്രാഫിക് പോലീസിനെ ഉപയോഗിച്ചാണ് ട്രാഫിക് നിയന്ത്രിക്കുന്നത്. TV എന്നുള്ളത് ലോകത്തില് ഏറ്റവും അവസാനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള രാജ്യവും ഭൂട്ടാനാണ്. 1999 അവർ TVയെ ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, TVയും ഇന്റർനെറ്റും തങ്ങളുടെ നാട്ടിലേക്ക് വന്നാൽ തങ്ങളുടെ നാട്ടിന്റെ പൈതൃകവും കൾച്ചറും ഒക്കെ അവസാനിച്ചാലോ എന്ന ഭയത്താലാണ് ഇത്രയും ലേറ്റായിട്ട് തങ്ങളുടെ നാടിന് വേണ്ടി TVയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത്രയും ലേറ്റായിട്ട് പിന്നെ എന്തുകൊണ്ടാണ് TV ഭൂട്ടാനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, ലോകത്തിനെ പറ്റി ജനങ്ങൾ അറിയണമെന്ന ബോധം ഭൂട്ടാനിലെ ഭരണാധികാരികൾക്ക് 1998 ഉണ്ടാകുന്നത്. ആ കാരണം കൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി 99 TVയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇന്നും ഭൂട്ടാനിൽ പല റിസ്ട്രിക്ഷനും TV ചാനലുകളിൽ നൽകിയിട്ടുണ്ട്. ഭൂട്ടാൻ എന്ന രാജ്യത്തിലെ ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ലോകത്തിൽ തന്നെ മിനിസ്ട്രി ഓഫ് ഹാപ്പിനെസ് എന്ന കാര്യം അപ്ലൈ ചെയ്ത രാജ്യവും ഭൂട്ടാനാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ നാടിന്റെ വളർച്ചയെ GDP എന്നതുകൊണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഭൂട്ടാൻ മാത്രമാണ് GNH എന്ന വിഷയത്തെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. GNH എന്നാൽ ഗ്രാസ് നാഷണൽ ഹാപ്പിനെസ് എന്നാണ്. അതായത് തങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ എത്രമാത്രം ഹാപ്പി ആയിരിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സർവേ ആണ്. അതായത് വർഷാവർഷം ഭൂട്ടാനിലെ ഗവൺമെന്റ് ഒരു സർവേ നടത്തും. അത് വച്ച് അവരുടെ നാട്ടിലെ ജനങ്ങൾ എത്രമാത്രം ഹാപ്പി ഉള്ളവരാണ്, അല്ലാത്ത പക്ഷം അതെന്തുകൊണ്ടാണ്, അവരെ ഹാപ്പി ആക്കാനായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, എന്താണോ അവർക്ക് വേണ്ടത് അതിനുള്ള കാര്യങ്ങൾ ഉറപ്പായും നടപ്പിലാക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിലെ മന്ത്രിമാർ പറയും പോലെ നടത്തിത്തരാം എന്നല്ല. അങ്ങനെ ഭൂട്ടാൻ 2015 എടുത്ത സർവേ പ്രകാരം ആ നാട്ടിലെ 91% ജനങ്ങളും തങ്ങൾ ഹാപ്പിയാണ് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിരിക്കുന്നു. ആ 91% ജനങ്ങളിൽ 43% ജനങ്ങളും തങ്ങൾ വളരെയധികം ഹാപ്പിയാണ് എന്നും മെൻഷൻ ചെയ്തിരിക്കുന്നു. ഈ ഹാപ്പിനെസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആ നാട്ടിൽ
നാട്ടിലെ ജനങ്ങളുടെ ഫിനാൻഷ്യൽ ആൻഡ് മെന്റൽ സ്റ്റേജ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് മെൻഷൻ ചെയ്യുന്നത്. എത്ര മനോഹരമായ നാടല്ലേ. ഭൂട്ടാനിലെ ജനതയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് സ്പൈസി ഫുഡാണ്. അവരുടെ എല്ലാ ഫുഡും സ്പൈസി ആയിരിക്കും. അവരുടെ നാഷണൽ ഡിഷാണ് എമാഡാക്ഷി. ഇതും വളരെയധികം സ്പൈസി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഭൂട്ടാനിലേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവരുടെ നാഷണൽ ഫുഡ് ഉറപ്പായും കഴിച്ചു നോക്കണം. ഇനി പറയാൻ പോകുന്ന ഒരു കാര്യമാണ് ഭൂട്ടാനിലെ ഏറ്റവും രസമുള്ള ഒരു കാര്യം. നമ്മുടെ നാട്ടിലെ കമിതാക്കളോ ഹസ്ബൻഡ് ആൻഡ് വൈഫോ ഫ്രണ്ട്സോ ഒക്കെ ആണെങ്കിൽ പരസ്പരം അവരുടെ ബർത്ത്ഡേ ഡേറ്റ് മറന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വിഷ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ പലർക്കും അത് വളരെ വലിയൊരു വിഷയമായി മാറും. എന്നാൽ ഭൂട്ടാനിലെ ജനങ്ങൾക്ക് ഒരിക്കലും അത് മറക്കാൻ കഴിയില്ല. അത്രയധികം ഭൂട്ടാനിലെ ജനങ്ങൾക്ക് ഓർമ്മശക്തി കൊണ്ടല്ല, അവരുടെ കലണ്ടറിലെ ഓരോ ദിവസത്തിലല്ല അവർക്ക് ബർത്ത്ഡേ വരുന്നത്. എല്ലാവർക്കും ഒറ്റ ദിവസം തന്നെയാണ് ബർത്ത്ഡേ. കാരണം ന്യൂ ഇയറിനാണ് ആ നാട്ടിലെ എല്ലാവരുടെയും ബർത്ത്ഡേ. ഭൂട്ടാനിൽ ഒരു കുഞ്ഞ് വർഷത്തിൽ ഏത് ഡേറ്റിൽ പിറന്നാലും ന്യൂ ഇയറിന്റെ അന്നാണ് ആ കുഞ്ഞിന്റെ ബർത്ത്ഡേ. ഇത് അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ മുഖ്യമായ കാരണം ആ നാട്ടില് ഡേക്കോ ഡേറ്റിനോ ഒന്നും ഇമ്പോർട്ടന്റ് ഇല്ല. ആ ഒരു കാരണം കൊണ്ടാണ് ബർത്ത്ഡേ ഡേറ്റ് മറന്നുപോയെന്ന പേരില് വഴക്കുണ്ടാക്കുന്ന കമിതാക്കളും ഹസ്ബൻഡ് ആൻഡ് വൈഫും ഫ്രണ്ട്സും ഒന്നും ആ നാട്ടിലുണ്ടാകില്ല. ബർത്ത്ഡേയും ന്യൂ ഇയറും ഒക്കെ ഒരേ ഡേറ്റിൽ തന്നെ വന്നാൽ അത് എത്ര മനോഹരമായിരിക്കും അല്ലേ. ഈ ലോകത്തില് ക്രൈം റേറ്റ് ഏറ്റവും കുറവായ രാജ്യവും ഭൂട്ടാനാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് വളരെയധികം വയലന്റ് ആയിട്ടുള്ള ക്രൈമും അവിടെ ഉണ്ടാകില്ല. അതിനുള്ള മുഖ്യമായ കാരണം അവിടുത്തെ ജനങ്ങൾ ഫോളോ ചെയ്യുന്നത് ബുദ്ധിസമാണ്. സ്നേഹം വളർത്താനാണ് ബുദ്ധമതം പഠിപ്പിക്കുന്നത്. ഈ കാരണം കൊണ്ട് തന്നെയാണ് ഭൂട്ടാനിൽ ക്രൈം റേറ്റ് കുറയാനുള്ള കാരണമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ ലോകത്തിൽ സ്മോക്കിംഗ് ആദ്യമായി ബാൻ ചെയ്ത നാട് ഭൂട്ടാനാണ്. മാത്രമല്ല 2010 മുതൽ സ്മോക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളർത്തുന്നതോ വിൽക്കുന്നതോ അവരുടെ നിയമപ്രകാരം വളരെ വലിയ കുറ്റമാണ്. അവിടെ അറിയാതെ ആയാലും പബ്ലിക് പ്ലേസിൽ സ്മോക്ക് ചെയ്താൽ കുറഞ്ഞത് 3 തുടങ്ങി 5 വർഷം വരെ കഠിന തടവിന് വിധിക്കും. എന്നാൽ ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നവർക്ക് അവിടെ ചില ഇളവുകൾ കൊടുക്കുന്നുണ്ട്. എങ്കിലും പബ്ലിക് പ്ലേസിൽ സ്മോക്ക് ചെയ്യുന്നത് കുറ്റകരം തന്നെയാണ്. ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നവർക്ക് അവരുടെ റൂമിൽ ഉപയോഗിക്കാം, എങ്കിലും അതിനും കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നവർ സ്മോക്ക് ചെയ്യണമെങ്കിൽ അതിനും അഡീഷണൽ ടാക്സ് നൽകേണ്ടതായിട്ട് വരും. മറ്റു പല പ്രൊസീജിയേഴ്സും ചെയ്യണം. തങ്ങളുടെ വീടിനെ വളരെയധികം അലങ്കരിക്കുന്നതിൽ ഭൂട്ടാനിലെ ജനങ്ങൾ ഒന്നിനൊന്ന് മെച്ചമാണ്. അവരുടെ നാട്ടിലെ ഏറ്റവും ചെറിയ വീട് വരെ 3 നില കെട്ടിടമാണ്. ഭൂട്ടാൻ എന്ന നാട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണമെന്ന് പലർക്കും ആഗ്രഹം ഉണ്ടാകും. അവിടേക്ക് ടൂർ പോകുന്നത് വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. മറ്റു നാടുകളിലേക്ക് ടൂർ പോകുന്നത് പോലെ വളരെയധികം ഈസി ആയിട്ട് വിസ എടുത്ത് കറങ്ങിയിട്ട് വരാൻ സാധിക്കില്ല. വിസ പ്രോസസിംഗ് ഒക്കെ വളരെയധികം ഡിഫിക്കൽട്ടാണ്. ആ നാട്ടിൽ ടൂറിസ്റ്റ് ആയിട്ട് പോകാനുള്ള പെർമിഷൻ കിട്ടിയാലും നമ്മൾ ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നതിന് മുൻപേ തന്നെ നമ്മൾ എവിടെയാണ് തങ്ങുന്നത്, നമ്മുടെ ഗൈഡൻസ് ആരാണ്, നമ്മൾ ഏതൊക്കെ ഹോട്ടലിലാണ് റൂം എടുക്കുന്നത്, അവർക്കെല്ലാം നമ്മൾ ഫീസ് ആദ്യമേ പേ ചെയ്യണം. അത് മാത്രമല്ല നോർമൽ ഫീസ് ഒന്നും ആയിരിക്കില്ല, വളരെയധികം എക്സ്പെൻസീവ് ആണ്. ടൂറിസ്റ്റിന് അവിടുത്തെ ടാക്സ് വളരെ അധികമാണ്. ഇതെല്ലാം താണ്ടി നിങ്ങൾ ടൂറിസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാലും എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഫ്രീഡം ആയിട്ട് പോകാൻ സാധിക്കില്ല. ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറ്റിവെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കൂടെ എപ്പോഴും ഗൈഡും ഉണ്ടായിരിക്കും. അവരെ വെട്ടിച്ച് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനും സാധിക്കില്ല. ഗൈഡിനെ വെട്ടിച്ച് നമ്മൾ അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ വളരെ വലിയ പണിഷ്മെന്റ് തന്നെ അവിടെ നിന്ന് ലഭിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ എയർപോർട്ട് അത് ഭൂട്ടാനിലെ പാരോ എയർപോർട്ടാണ്. മലകൾക്ക് നടുവിലായി കുറേയേറെ വീടുകൾക്കിടയിലായി വളരെയധികം മനോഹരമായ സ്ഥലത്താണ് ആ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ എയർപോർട്ടാണെങ്കിലും വളരെ വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്ന എയർപോർട്ട് കൂടിയാണ്. ഈ എയർപോർട്ടില് വളരെയധികം കാറ്റ് വീശുന്നുണ്ട്. ആ കാരണം കൊണ്ട് തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും വളരെയധികം ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ 8 പൈലറ്റിന് മാത്രമാണ് ഇവിടേക്ക് ഫ്ലൈറ്റ് കൊണ്ടുവരാനുള്ള പെർമിഷൻ നൽകിയിരിക്കുന്നത്. അതും ഡേയിൽ മാത്രം. സോ ഈ 8 പൈലറ്റ്സ് മാത്രമാണ് ഓരോ വർഷവും ഏകദേശം 30,000 പേരെ ഈ പ്ലേസിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതും കൂട്ടിക്കൊണ്ടു പോകുന്നതും. അപ്പോ ഭൂട്ടാനിലേക്ക് യാത്ര തിരിക്കാൻ പോവുകയാണോ? ഭൂട്ടാനെ പറ്റിയുള്ള നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും കമന്റ് സെക്ഷനിൽ പറയുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.